നമ്മുടെ ചാനൽ 100K ആയല്ലോ. അപ്പോൾ പ്ലേ ബട്ടൺ കിട്ടണതിന് മുന്നേ തന്നെ ദേ എനിക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതും എൻ്റെ വിൻ സൊസൈറ്റിയിലെ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാവരും കൂടെ സർപ്രൈസ് ആയിട്ട് തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വല്ല ഡ്രസ്സാണെന്നാണ് ട്ടോ വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത് അതൊരു കുഞ്ഞു മൊമെന്റോ ആയിരുന്നേ. ഭയങ്കര സന്തോഷമായി കേട്ടോ. യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു അവരെന്നെ അംഗീകരിച്ചെന്ന്. അപ്പോൾ ദേ ആ ഒരു സന്തോഷത്തിൽ ഞാൻ കരുതിയേ ഇത്തിരി ലഡു ഉണ്ടാക്കാന്ന്. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ദീപാവലിക്ക് ഉണ്ടാക്കാൻ വേണ്ടി അന്ന് കടലപ്പൊടിയും ഉണക്കമുന്തിരിയൊക്കെ മേടിച്ച് വെച്ചെങ്കിലും ഉണ്ടാക്കാനുള്ള സാഹചര്യം അന്ന് ഒത്തു കിട്ടിയില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഉണ്ടാക്കാന്ന്. സാധാരണ ഉണ്ടാക്കണതിലും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് കിട്ടിയത്. സാധാരണ നമ്മൾ മറ്റേ കടലമാവ് ദോശമാവിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ആ ഊട്ടാക്കയിലില്ലേ, മറ്റേ എന്താ പറയുക കണ്ണൻ കയ്യിൽ അതിലിട്ടിട്ട് അരിച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കണത്. ഇതിപ്പോൾ വെറുതെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് എല്ലാം കൂടെ വറുത്ത് കോരിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കണം. എന്നിട്ട് പഞ്ചസാര പാനിക്കകത്തോട്ടേ ഏലക്ക പൊടിച്ചതും നെയ്യും കൂടെ ചേർത്ത് അതിങ്ങനെ ഒട്ടണ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് കൊട്ടിയിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ മൂടി വെച്ചിട്ട് ശേഷം നമുക്ക് ഇതേപോലെ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് കശുവണ്ടിയോ ഉണക്കമുന്തിരിയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അതേ ലഡു റെഡിയായി.